ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനം 119:11. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ഓരോ ദൈവവചനങ്ങൾ പറഞ്ഞ് യൂട്യൂബിൽ ഒക്കെ ഇടുന്നത് അച്ഛൻ ശ്രദ്ധിച്ചു. നിങ്ങളുടെ ഈ ഒരു പ്രയത്നത്തിന് നിശ്ചയമായും ഒരു അനുഗ്രഹം, ഒരു നന്മ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഭാവിയിൽ ഉണ്ടാകും എന്നത് സുനിശ്ചിതമാണ്. ഈ ദിവസം അച്ഛൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ചെറിയ ക്രിസ്മസ് സന്ദേശം നൽകുവാനായിട്ടാണ്. വലിയ സന്ദേശമൊന്നുമല്ല. നമ്മൾ കുഞ്ഞു മക്കളാണ്, ഈശോയുടെ കുഞ്ഞു മക്കളാണ്. അതിനാൽ നമ്മൾ ചെറിയ ഒരു സന്ദേശം. അച്ഛൻ്റെ പേര് നിങ്ങൾക്കറിയാമോ? അച്ഛൻ്റെ പേര് സാമുവേൽ എന്നാണ്. അച്ഛൻ എത്യോപ്യ, ആഫ്രിക്കയിലെ എത്യോപ്യ എന്ന സ്ഥലത്തു നിന്നാണ് നിങ്ങൾക്ക് ഈ ഒരു സന്ദേശം നൽകുന്നത്. പ്രിയ കുഞ്ഞുങ്ങളെ, ആഫ്രിക്ക എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് വരുന്നത്? ആഫ്രിക്ക അത് പാവങ്ങളുടെ നാടാണ്, ദരിദ്രരുടെയും പട്ടിണി കിടക്കുന്ന മനുഷ്യരുടെയും ഒക്കെ നാടാണ്, അല്ലേ? തീർച്ചയായിട്ടും ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യരും ഇവിടെ ദാരിദ്ര്യത്തിലും പട്ടിണിയിലും ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനില്ലാതെയാണ് ഇവരിവിടെ ജീവിക്കുന്നത്. അപ്പോൾ ഈ ദിവസം നിങ്ങളോട് എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾക്കറിയാമോ ഈശോ എവിടെയാണ് വന്ന് ജനിച്ചത്? ഈശോ ജനിച്ചത് ഒരു പുൽക്കുടിലാണ്. ഒരു ശൂന്യമായ, അല്ലെങ്കിൽ മനുഷ്യരൊന്നുമില്ലാത്ത ഒരു കാളകളും ആടുകളും ഒക്കെ ജീവിക്കുന്ന ഒരു ഗുഹയിലാണ് ഈശോ ജനിക്കുന്നത്. അത് ദാരിദ്ര്യത്തിന്റെ ഒരു പൂർണ്ണതയാണ്. ഈശോ പറയുന്ന കേട്ടിട്ടില്ലേ? ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പോൾ ദാരിദ്ര്യത്തിലാണ് ഈശോ വന്ന് പറക്കുന്നത്. ഇനി നിങ്ങൾക്കറിയാമോ ഈശോ ജനിച്ച വാർത്ത ആർക്കാണ് ലഭിച്ചതെന്ന്? അത് ആട്ടിടയന്മാർക്കാണ്, ഏറ്റവും പാവപ്പെട്ടവരായ മനുഷ്യർ. അപ്പോൾ ഈ പാവപ്പെട്ടവരുടെ ഇടയിലേക്കാണ് ഈശോ കടന്നു വരുന്നത്. ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. അപ്പൊ നമ്മുടെ ജീവിതവും അപ്രകാരം, ഞാൻ വലിയ ആളാണേ എന്ന് പറഞ്ഞ് ജീവിച്ചാൽ ഈശോ നമ്മുടെ അടുക്കിലേക്ക് വരത്തില്ല. ഈശോ നമ്മുടെ അടുക്കിലേക്ക് വരണമെങ്കിൽ നമ്മൾ വിനയമുള്ളവരായിരിക്കണം, എളിമയുള്ളവരായിരിക്കണം. ആ ഒരു സാഹചര്യത്തിലേക്കും ആ ഒരു ഹൃദയത്തിലേക്കും, അത്തരത്തിലുള്ള ഒരു ഹൃദയം ഉള്ളവരുടെ ഹൃദയത്തിലേക്ക് ഈശോ കടന്നു വരത്തുള്ളൂ. അപ്പം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മൾ എത്ര പണക്കാരാണെന്നെങ്കിലും എത്ര പാവപ്പെട്ടവരാണെങ്കിലും നമ്മുടെ ഹൃദയം എങ്ങനെയായിരിക്കണം? വിനയം, എളിമ. ഇതാ കർത്താവിൻ്റെ ദാസി. പരിശുദ്ധ അമ്മയെ പറ്റി പറയുന്നതാണല്ലോ. വലിയ അമ്മ ഈശോയുടെ അമ്മയാണ്, ദൈവത്തിന്റെ മാതാവാണ്. പക്ഷെ അതിന്റെ ഒന്നും യാതൊരു പ്രിവിലേജും എടുക്കാനായിട്ട് അമ്മയ്ക്ക് ആഗ്രഹമില്ല. അമ്മ വളരെ ലളിതമായി ഈശോയുടെ പിന്നാലെ പോകുന്നു. അപ്പൊ നമ്മളെല്ലാവരും ആ ഒരു ഹൃദയവും ആ ഒരു മനസ്സും നേടിയെടുക്കാനായിട്ട് ഈ ക്രിസ്മസ് കാലയളവിൽ, ഈ ക്രിസ്മസ് കഴിഞ്ഞു വരുന്നതായ സമയത്തും നമുക്ക് കഴിയട്ടെ. ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ.